എ വിജയരാഘവന്റെ അങ്ങനെയല്ല, അങ്ങ് മനഃപൂർവ്വം പറ്റില്ല. ഈ രാജ്യത്തും മതേതരത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന്. മുസ്ലിം സമുദായത്തിനകത്ത് ചില ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവർ വർഗീയവാദത്തിലേക്ക് ആ സമുദായത്തെ നീക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിനെ വിളിച്ചു പറയാൻ ബാധ്യതപ്പെട്ട പാർട്ടി തന്നെയാണ് CPM. അത് പറയേണ്ട സാഹചര്യത്തിനകത്തൊക്കെ വേറെ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ മുന്നിലും പിന്നിലും വർഗീയ ചേരി എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. തെറ്റാണ്. അല്ലല്ല, വിജയരാഘവൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ രാഷ്ട്രവിരോധികളാണെന്നോ അവരെല്ലാം വർഗീയവാദികളാണെന്നോ ഒരു നിലപാടുകാരനുമല്ല. CPM ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തെ ഈ പറയുന്ന ഇടതുപക്ഷത്തെ എതിരായി കാണുന്ന ആളുകളാണോ? ഈ വിജയരാഘവന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് അങ്ങ് പോയോ? ഒരിക്കലുമില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മളിപ്പോ സമസ്തയിൽ കാണുന്ന ഭിന്നിപ്പിന്റെ അടിസ്ഥാനം എന്താ? സമസ്തയിൽ കാണുന്ന ഭിന്നിപ്പിന് വലിയ ചർച്ചയല്ലേ? അവിടെ ഒരു ആശയ സമരമാണ് നടക്കുന്നത്. എന്താണ് ആശയ സമരം? നമ്മുടെ സമുദായത്തിനകത്തേക്ക് മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും കടന്നു വരാനും ആ ആശയം വേറുറപ്പിക്കാനും അനുവദിക്കരുത് എന്നുള്ളതാണ് അതിനകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിന് പ്രോഗ്രസീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം വർഗീയവാദികളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമോ നിലപാടോ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഇല്ലെന്നേ. അതും നാരായണ റായ് പറഞ്ഞതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞില്ല. അതിവിടെ പ്രസക്തമേ അല്ല. സുജയ, നോക്കൂ, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല. വിജയരാഘവന്റെ പ്രസംഗവും നിതീഷ് റാണയുടെ പ്രസംഗവും ഒക്കെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ആ നിലപാടുകാരനല്ല ഞാൻ. ആ നിലപാട് എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വിജയരാഘവന്റെ പ്രസംഗത്തെ കുറിച്ച് പറയാത്തത്. കാരണം എന്താണ്? എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇന്ത്യയിലും മതേതരത്വത്തിനു വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ നിലപാടെടുക്കുന്ന പാർട്ടിയായിരിക്കും CPM ഇടതുപക്ഷ പാർട്ടിയെ. അവർക്ക് എത്ര രക്തസാക്ഷികളുണ്ട് ഇവിടെ. കേരളത്തിലെ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ CPM-ന്റെ പ്രവർത്തകരാട്ടോ. വിജയരാഘവൻ മുസ്ലിങ്ങൾക്ക് മൊത്തമെതിരായിട്ടാണോ പറഞ്ഞത്? ഒരിക്കലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് മതവിഭാഗത്തിനകത്താണെങ്കിലും മതമൗലികവാദികളോ മതപുനരുത്ഥാനവാദികളോ ഉണ്ടായാൽ അതിനെ എതിർക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹിന്ദുക്കൾക്കിടയിൽ ഈ പറയുന്ന BJP-യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗദളിന്റെയും ഒക്കെ ശക്തികൾ വളർന്നു വരുമ്പോൾ അവരിവിടെ ഒരു ഡിവിഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ എതിർക്കുന്നത്. ആ പാർട്ടി എതിർക്കുന്നത്. അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാടാണോ? BJP-ക്കെതിരായിട്ട് CPM-ഓ അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാടാ? ഒരിക്കലുമല്ല. BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. അക്കാര്യത്തിൽ BJP മനസ്സിലല്ലോ. ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദുത്വമാണ് അവരുടെ ആശയം. ആ ആശയത്തെ ഞാൻ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ എതിർക്കുമ്പോൾ, ഒരു സാമൂഹ്യ പ്രവർത്തനം എതിർക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം എതിർക്കുമ്പോൾ അയാൾ ഹിന്ദുക്കളെ എതിർത്തു എന്നാണ് അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ആ ഹിന്ദു സമുദായത്തിനകത്ത് വിഘടനവാദവും ഈ പറയുന്ന മതപുനരുത്ഥാനവാദവും വളർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടും മതേതരത്വത്തിന്റെ പക്ഷത്ത് നിന്നാണ് എതിർക്കുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിനകത്ത് ഒരു വർഗീയ ആശയം പ്രചരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ വളരെ മുമ്പേ തന്നെ വിളിച്ചു പറയാനുള്ള അവകാശം മതേതര പാർട്ടികൾക്കുണ്ടെന്നേ. അതല്ലാതെ നാരായൺ റാണെ പറഞ്ഞ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും വിജയരാഘവന്റെ പരാമർശവും തമ്മിൽ ഒരിക്കലും ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് സുജയോട്. കാരണം ആ പ്രസംഗം മുഴുവൻ സുജയ കേട്ടായിരുന്നു. വിജയരാഘവന്റെ പ്രസംഗത്തിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ RSS-ഉം ഹിന്ദുത്വവാദികളും ഉണ്ടാക്കുന്ന ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷമാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നാണ് എന്ന് CPM-ന്റെ ആശയത്തിന്റെ പുറത്താണ് വിജയരാഘവൻ സംസാരിച്ചത്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ പറയുന്ന മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് ആന്റി ഹിന്ദു ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത എല്ലാവരും രാഷ്ട്രവിരുദ്ധർ, അങ്ങനെ ഒരു നയം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആള് വന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് കേരളത്തിൽ ഭയങ്കര പീഡനമാണ് ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് പറയാൻ ഇതിൻ്റെയൊക്കെ ഡാറ്റ എവിടെയാണ്? നമ്മൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നത്. അതിനകത്ത് അതിന്റെ തുടർച്ചയായിട്ട് അത് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വരുന്നത് തീവ്രവാദികളുടെ വോട്ട് നേടിയാണ്. ടെററിസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദികളുടെ വോട്ട് നേടിയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ വയനാട് എന്ന് പറഞ്ഞ ജില്ലയിലെ 45-50% വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തീവ്രവാദികളാണെന്ന് ഒരൊറ്റ അടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളാ പറയുന്നത്. അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ളവരല്ലെന്നേ അവര്. ആർക്കുമില്ലെന്ന്. അവിടെയാണ് പക്ഷേ ഉണ്ണിബാലകൃഷ്ണനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്. അവിടെ പക്ഷേ CPM സഹായിക്കുന്നത് ആരെയാണ്? CPM ഒന്നാകെ എന്ന് ഞാൻ പറയുന്നില്ല. വിജയരാഘവന്റെ പ്രസംഗം ഇപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞു, ആ ഒരു ഭാഗത്തിൽ തന്നെയുള്ള വിരോധം, മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലാതെ രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ എത്തില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകം മതിയെന്നേ. അതിനു മുമ്പ് BJP വിമർശിച്ചിട്ട് കാര്യമില്ല. അതിൽ തന്നെ
ഇല്ല ഇല്ല അതിനുശേഷം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിതീഷ് റാണയ്ക്ക് ഇവിടെ നിതീഷ് റാണയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയും സുന്നി വിഭാഗമൊന്നും ഇല്ലെന്നേ, മുസ്ലിം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വിജയരാഘവൻ പറഞ്ഞതുകൊണ്ടാണോ നിതീഷ് റാണ ഇത് പറഞ്ഞത്? അല്ല ഞാൻ പറയുന്നത് അല്ലല്ല, ഉറപ്പായിട്ടും ഇതൊക്കെ അവിടെ സഹായിക്കും. ഇവിടെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി വിജയരാഘവൻ പറയണമെന്ന് പറയല്ലേ. അതിനപ്പുറം വിശദീകരണം അതിന് വേണ്ട. ബി ജെ പി ഭയക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് ഒരിക്കലും ന്യൂനപക്ഷ വർഗീയത പറയാൻ പാടില്ലല്ലോ. കേന്ദ്രത്തിൽ ബി ജെ പി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ എങ്ങനെ ശരിയാണ്? സി പി എം എന്ന പാർട്ടിയുടെ നിലപാടെന്താ? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ്. അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്, അത് എന്റെ വിയോജിപ്പാണ്. പക്ഷെ പാർട്ടിയുടെ നിലപാട് അതാണെന്നേ. പാർട്ടിയുടെ നിലപാട് ഇല്ലല്ല, പാർട്ടിയുടെ നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് വീണ്ടും സ്മൃതി സമർത്ഥമായി കള്ളം. ജമാഅത്തുമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ വന്ന് പറഞ്ഞത്? ജമാഅത്തുമായിട്ടാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന് ബന്ധം ഉണ്ടായിരുന്നത്? ന്യൂനപക്ഷത്തിലെ തീവ്ര വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷത്തെ അടച്ചാക്ഷേപിച്ചു എന്ന് സ്മൃതി എങ്ങനെയാ ധരിക്കുക? എങ്ങനെ സ്മൃതിക്ക് പറയാൻ കഴിയുക? ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗം തീവ്രവർഗീയ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്തലാണോ? അതെങ്ങനെ ശരിയാവുക? വിജയരാഘവൻ പറഞ്ഞതുമായിട്ട് എങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി തുലനപ്പെടുത്തും? ഈ നിതീഷ് റാണ പറഞ്ഞത് റിലീജിയസ് കൺവേർഷനുകൾ, മതപരിവർത്തനം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ലവ് ജിഹാദ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെടുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന്. ആ ബോധ്യം വിജയരാഘവനുണ്ടോ? വിജയരാഘവൻ പറഞ്ഞത് കേൾക്കൂ. നിങ്ങൾ അനാവശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രസംഗത്തിന്റെ രണ്ടു ഭാഗമുണ്ടെന്നും ആ രണ്ടാമത്തെ ഭാഗത്തിൽ, ആദ്യ ഭാഗത്തിൽ ഭൂരിപക്ഷ വർഗീയതയും രണ്ടാമത്തെ ഭാഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയും കുറിച്ച് വിജയരാഘവൻ പറഞ്ഞതിനെ നിതീഷ് റാണ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് തന്നെ അസംബന്ധമാണെന്നുള്ളതാണ് എന്റെ നിലപാട്. അത് ആ സാഹചര്യത്തിൽ ചേരുന്നത് പോലുമല്ല. നിതീഷ് റാണ പറഞ്ഞത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്, വിജയരാഘവൻ പറഞ്ഞത് മറ്റൊരു കോണ്ടെക്സ്റ്റ്. ഭൂരിപക്ഷ വർഗീയത അധികാരമേറുന്ന പക്ഷം, അഥവാ അധികാരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടകരമാണെന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് അതല്ല. ആ പാർട്ടിയുടെ നിലപാട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്ന് എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും നിതീഷ് റാണയുടെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്നു പോകുന്നതല്ല. അങ്ങനെ നിതീഷ് റാണ പറഞ്ഞതും വിജയരാഘവൻ പറഞ്ഞതും സമാനമാണെന്ന് വരുത്തി തീർക്കാൻ ഏതെങ്കിലും കോണിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് ദുരുപദിഷ്ടമായ നിലപാടാണ്. അത് ആ ഉദ്ദേശ ലക്ഷ്യം ഒട്ടും ശുഭകരവുമല്ല എന്നതാണ് എന്റെ കുറിച്ച് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാട്. അത് തന്നെയാണ്. ഒരു ഘട്ടത്തിലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. ഒറ്റ നിലപാടാണെന്നാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അത് ആ തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും പാർട്ടിയുടെ നിലപാട് അതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. പക്ഷേ സ്മൃതി പറയുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ CAA കുറിച്ച് പറയുമ്പോൾ, പൗരത്വ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ താഴെ വെച്ചു. അങ്ങനല്ല. ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തുകൊണ്ട് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ള ബോധ്യം ഉണ്ടാവണം. SDPയുടെ വോട്ട് മറഞ്ഞിരുന്ന് വാങ്ങി അല്ലെങ്കിൽ SDPയുടെ വോട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നത് പോലെയല്ല ആ പാർട്ടി SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. അത് പലയിടങ്ങളിലും SDPയുടെ വോട്ട് തരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ മൗനം പാലിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ CPM-ൽ നിന്നുള്ളവരല്ല. അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ജമാഅത്തെ നിരോധിച്ചോ? മൗദൂദി പ്രസ്ഥാനം തീവ്രവാദമാണെന്ന് നിലപാടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്താ അത് ചെയ്യാഞ്ഞത്? കേന്ദ്രത്തിൽ എന്തുകൊണ്ട് നിരോധിച്ചില്ല? എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാരാ? ഏത് ഘട്ടത്തിലാണ്?